നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ അക്കാര്യം ഒഫീഷ്യലായിട്ട് ഇന്റർ മയാമി പ്രഖ്യാപിച്ചിരിക്കുന്നു. സുവാരസ് മെസ്സിക്കൊപ്പം തുടരും. 2026 കൂടി അദ്ദേഹം ഇതാ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് ഇന്റർ മയാമി അറിയിക്കുന്നു, സുവാരസ് ഹാസ് റിന്യൂവ്ഡ് വിത്ത് ഇന്റർ മയാമി അണ്ടിൽ ദി എൻഡ് ഓഫ് 2026. അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കുമോ ഇല്ലയോ എന്ന ഒരു ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു. അദ്ദേഹം നാസിയോണലിലേക്ക് പോയേക്കുമെന്നുള്ളത്. പക്ഷേ പിന്നീട് അത് മാറി അദ്ദേഹം മയാമിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകളും വന്നിരുന്നു. ഇപ്പോൾ എന്തായാലും ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. 1 വർഷത്തേക്ക് കൂടി അദ്ദേഹം ഇന്റർ മയാമിയുമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു. പോയ സീസണിൽ 34 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹത്തിൻ്റെ വക വന്നത്. ശരിയാണ്, MLS കപ്പിൻ്റെ പ്ലേ ഓഫിൽ അവിടുന്ന് അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ സുവാരസിനെ ഇറക്കിയിട്ടില്ല. അല്ലാതെ തന്നെ മികച്ച രൂപത്തിൽ കളിച്ച് ജയിക്കുന്ന, അതായത് ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്ലേയിങ് ലെവലിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. എന്നിട്ട് മികച്ച പ്രകടനം തന്നെ മയാമി നടത്തിയിരുന്നു. അപ്പോഴാണ് പലരും നിരീക്ഷണങ്ങൾ വന്നത് സുവാരസിൻ്റെ മയാമിയിലെ മുന്നോട്ട് പോക്ക് അവസാനിക്കുമെന്ന്. പക്ഷേ മെസ്സി ഉണ്ടാകുമ്പോൾ, മെസ്സി ആവശ്യപ്പെട്ടാൽ പിന്നെ സുവാരസിനെ എന്നല്ല, ആര് വേണമെങ്കിലും ഡേവിഡ് ബെക്കാമും സംഘവും അവിടെ എത്തിക്കും. അത് ഒരു യാഥാർത്ഥ്യമാണ്. സോ സുവാരസ് അവിടെ തുടരും. ഇനിയിപ്പോൾ അതുമാത്രമല്ലെന്നേ, ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ മെസ്സി 8 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. മെസ്സിക്ക് മിസ്സായി, പരിക്കും പ്രശ്നങ്ങളൊക്കെയുള്ള സമയത്ത് ആ മത്സരങ്ങളിൽ ലൂയിസ് സുവാരസ് സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്റ്റെപ്ഡപ്പായി കളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. 6 ഗോളുകളും 6 അസിസ്റ്റുമാണ് ആ 8 കളികളിൽ നിന്ന് അദ്ദേഹം നേടിയത്. അതിൽ 6ഉം ഇന്റർ മയാമി ജയിച്ചു, 1 സമനില, 1 പരാജയം. സോ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു വാർത്ത കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അത് ടിമോ വെർണറുടേതാണ്. ടിമോ വെർണർ ജനുവരിയിൽ MLS എത്തും, എത്തിയേക്കും. പക്ഷേ അത് ഇന്റർ മയാമിയിലേക്കാവില്ല. മയാമിക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവരുടെ പ്രയോറിറ്റി മാറി. ലൂയിസ് സുവാരസിൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യലായി. അപ്പോൾ ലൂയിസ് സുവാരസ് അവിടെ തുടരുന്നതുകൊണ്ട് ടിമോ വെർണർ ഇനി മയാമിയിലേക്ക് ഉണ്ടാവില്ല എന്ന് സ്ഥിരീകരിച്ച് പറയുന്നു ഫബ്രിസിയോ റൊമാനോ. Timo Werner could end up in MLS in January with the clubs interested in the German striker. But among those clubs, no talks taking place with Inter Miami, as their priority is new deal for Luis Suarez എന്ന് ഫബ്രിസിയോ സ്ഥിരീകരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.